ഉൽപ്പത്തി 1:3 ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ, വെളിച്ചമുണ്ടായി. ഈ വചനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളിലുള്ള അന്ധകാരം നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 8:12 യേശു അരുൾ ചെയ്തു, ഞാൻ ഈ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടാകും. ഈ വചനത്താൽ യേശുവേ, യേശുവേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, പ്രകാശിപ്പിക്കണമേ, പ്രകാശിപ്പിക്കണമേ. യേശുവേ, ഞങ്ങളിലുള്ള, ഞങ്ങളുടെ ഭവനത്തിലുള്ള, ഈ ഇടവകയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലുള്ള ഇരുട്ട് ഈ വചനത്താൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്വരമില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 34:5 അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ഈ വചനത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. യേശുവിൻ്റെ നാമം നീ തിരിച്ചറിയണം. ഇതൊരു സാധാരണ നാമമല്ല. ഇത് യേശുവിൻ്റെ നാമം അധികാരമുള്ള നാമമാണ്. രോഗികളുടെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. ചെകുത്താൻ്റെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. മരണത്തിൻ്റെ മേലിൽ കർത്താവിന് അധികാരമുണ്ട്. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തെ നമ്മൾ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗപീഠകൾ അപ്രതീക്ഷിതമായി പോകും. നിങ്ങളുടെ മനസ്സിൻ്റെ മുറിവുണങ്ങും. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. രണ്ട് കരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു 2 മിനിറ്റ് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. വിശ്വാസത്താൽ ദൈവത്തെ സ്തുതിക്കട്ടെ. കരമുയർത്തി. ക്ഷീണം മാറട്ടെ, പലവിചാരം മാറട്ടെ, ആകുലതകൾ വിട്ടുപോകട്ടെ. ഈ ഇടവക ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഈ ദേശം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്താലാഹ ബാലാഹ റിബോറിയ റിയാല മാല. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ 2 കരമുയർത്തി, സ്വരമുയർത്തി ഒന്ന് വിളിച്ചേൻ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവിനെ ആരാധിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്വരമുയർത്തി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. പിതാവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കരങ്ങൾ വീശി
ലോകത്തിന്റെ തകർച്ചകളും പരാജയങ്ങളിലേക്കും ഈശോയെ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. ചേർന്ന് ആവർത്തിച്ച് ഞങ്ങളെങ്ങനെ ആരാധിക്കുന്നു ഈശോയെ, ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ യേശുവിനെ സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈശോ തന്നെയാണ് അവിടുന്ന് ഇപ്രകാരം പറഞ്ഞത്: ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന ജീവനുള്ള അപ്പമാണ് എന്ന്. ഇത് വെറും ഒരപ്പമല്ല. ഈ അപ്പത്തിന് നിന്നെ കാണാനുള്ള കണ്ണുണ്ട്. ഈ അപ്പത്തിന് നിന്നെ കേൾക്കാൻ ചെവിയുണ്ട്. ഈ അപ്പത്തിന് നിന്നെ മനസ്സിലാക്കാൻ മനസ്സുണ്ട്. ഈ അപ്പത്തിന് നിന്നെ തൊടാനുള്ള കൈകളുണ്ട്. ഈ അപ്പത്തിന് നിന്റെ അടുത്തേക്ക് വരാനുള്ള കാലുകളുണ്ട്. നമ്മുടെ രണ്ട് കരം യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചേ. എല്ലാവരുടെ കരങ്ങളും യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചേ. വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ, കരഞ്ഞാൽ കണ്ണുനീര് ഒപ്പുന്നവനാണ്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടില്ല. ഈ സത്യം തിരിച്ചറിഞ്ഞ വിശുദ്ധ പൗലോസ് റോമ 10:13 ഇപ്രകാരം പറഞ്ഞു: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കുമെന്ന്. ഈ സത്യം തിരിച്ചറിഞ്ഞ ജോയൽ പ്രവാചകൻ 2:32 ഇപ്രകാരം പറഞ്ഞു: കർത്താവിനെ വിളിക്കുന്നവർ അതിജീവിക്കുമെന്ന്. ഈ സത്യം തിരിച്ചറിഞ്ഞ യേശയ പ്രവാചകൻ 55:6 ഇപ്രകാരം പറഞ്ഞു: അവൻ അരികിലുള്ളപ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുകയും എന്ന്. രണ്ട് കരങ്ങൾ യേശുവിലേക്ക് നീട്ടി ഒന്ന് വിളിച്ചു പ്രാർത്ഥിച്ചേൻ. യേശുവേ. സ്വരമുയർത്തി സഹോദര സഹോദരി ഒന്ന് ഉറക്കെ വിളിച്ചേൻ. യേശുവേ. ആവർത്തിച്ച് 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 വിളിച്ചേൻ. യേശുവേ 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 യേശുവേ. തകർച്ചയിൽ കഴിയുന്നവര്, പരാജയത്തിൽ കഴിയുന്നവര്, ബന്ധങ്ങളുടെ തകർച്ചയിൽ കഴിയുന്നവർ വിളിച്ചേൻ. രോഗത്തിൽ കഴിയുന്നവര്, സമാധാനമില്ലാത്തവര്, സ്വസ്ഥതയില്ലാത്തവര്, ആരോഗ്യം നഷ്ടപ്പെട്ടവര് ഇപ്പോൾ ഒന്ന് വിളിച്ചേൻ. യേശുവേ. ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചേൻ.
വിളിച്ചാൽ വിളി കേൾക്കുന്നവനെ വിളിച്ചേൻ. യേശുവേ 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 ആരാധന 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 ആരാധന. കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിനെ ആരാധിച്ചാൽ നിങ്ങൾക്ക് ആയുസ് കൂടും, ആരോഗ്യം കൂടും. ഒന്ന് സ്തുതിച്ച് ആരാധിച്ച് ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയേ നന്ദി. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. രണ്ട് കരം നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളെ സാത്താൻ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സാത്താൻ അറിയാം, കുടുംബങ്ങളെ തകർത്തു കഴിഞ്ഞാൽ കാലഘട്ടങ്ങൾ താനെ തകർന്നു പൊക്കോളും എന്ന്. കാരണം ഒരു വിശുദ്ധനായ വൈദികൻ ജനിക്കുന്നത് ഭവനത്തിലാണ്. ഒരു വിശുദ്ധിയായ സിസ്റ്റർ ജനിക്കുന്നത് ഭവനത്തിലാണ്. ഒരു നല്ല രാഷ്ട്രീയ നേതാവ് ജനിക്കുന്നത് ഭവനത്തിലാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ സാത്താൻ കുടുംബങ്ങളെയാണ് തകർക്കുന്നത്. ഒരു പുരോഹിതൻ വീണുപോയാൽ സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു മെത്രാൻ വീണുപോയാൽ സഭയ്ക്ക് ഒന്നും സംഭവിക്കില്ല. എന്നാൽ ഒരു കുടുംബം നശിച്ചാൽ അത് സഭയ്ക്ക് കേടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ട് കരം യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. നിങ്ങളുടെ രണ്ട് കരം യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിക്കുക. നമ്മുടെ ഭവനത്തിലേക്ക് യേശുവിനെ നമുക്ക് വിളിക്കാം. നമ്മുടെ തകർന്ന കുടുംബം, സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത നമ്മുടെ കുടുംബം, നമ്മുടെ കുടുംബങ്ങളിലേക്ക് യേശുവിനെ ഒന്ന് വിളിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനം ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് നമുക്ക് വിളിക്കാം. നീ വിശ്വസിച്ചാൽ ഈ തിരുവോസ്തിയിൽ നിന്ന് ശക്തി പുറപ്പെടും. ദൂരെ നിന്റെ ഭവനത്തില് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഒരിക്കൽ ഒരു ശതാധിപൻ ദൈവത്തെ കണ്ടുമുട്ടി. ആ ശതാധിപൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ഭൃത്യൻ ദൂരെ തളർന്നു കിടക്കുകയാണ്. ഈശോ ഉടനെ പറഞ്ഞു, ഞാൻ നിന്റെ ഭവനത്തിൽ വന്ന് നിന്റെ ഭൃത്യനെ സുഖപ്പെടുത്താം. എന്നാൽ ഈ ശതാധിപൻ, ഇത് വിജാതിനായ ശതാധിപനാണ്. ആ ശതാധിപൻ ദൈവത്തോട് പറഞ്ഞു, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാനുള്ള യോഗ്യത എൻ്റെ ഭവനത്തിനില്ല. ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി, ദൂരെ എൻ്റെ ഭവനത്തിൽ കഴിയുന്ന ഭൃത്യൻ സുഖം പ്രാപിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ വിജാതിന്റെ വിശ്വാസം കണ്ട് ഈശോ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. നമ്മൾ യഥാർത്ഥമായ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരാ. നമ്മുടെ വിശ്വാസം എത്ര ആഴമുണ്ട്. രണ്ട് കരം യേശുവിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാം. നമ്മുടെ ഭവനത്തിലേക്ക് യേശുവിനെ വിളിക്കുക. നമ്മുടെ ഭവനം സ്വർഗത്തിലെ പോലെ തിരുകുടുംബമായി മാറണം. അബ്രാഹത്തിന്റെ കുടുംബത്തെ പോലെ ആയിത്തീരണം. ദൈവവിളിയുള്ള കുടുംബമായി മാറണം. അനുഗ്രഹമുള്ളവരെ കുടുംബമായി മാറണം. പ്രിയമുള്ളവരെ, ഈ മേഖലയിലേക്ക് യേശുവിനൊന്ന് വിളിച്ചേൻ. എല്ലാവരും ചേർന്ന് യേശുവേ യേശുവേ എന്ന് വിളിച്ചേൻ. യേശുവേ എന്ന് ഉറക്ക വിളിച്ചേ. നിങ്ങൾക്ക് നല്ല സ്വരമുണ്ട്. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ വിളിക്കരുത്. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കഴിവ് ഇവിടെ ഉപയോഗിക്കുക. യേശുവിനെ വിളിക്കുക. നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങൾക്ക് നാളെ ദൈവാനുഗ്രഹം ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഈ രാത്രിയിൽ കർത്താവ് നിന്നെ മാത്രം ഇവിടെ കൊണ്ടുവന്നത്. എത്രയോ പേരുണ്ട് ഈ ദേശത്ത്. യേശുവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ, ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണമേ, മക്കളെ അനുഗ്രഹിക്കണമേ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഉറക്കെ സ്തുതിച്ചേൻ, കരമുയർത്തി സ്വരമുയർത്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ശാന്താലഹ ബാലഹ റിബോറിയ റിയാല മാലശാല. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവകൃപ നിറയട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ, കുടുംബങ്ങളിൽ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് രണ്ട് കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ഈ കൂട്ടത്തിൽ ഒത്തിരി പേര് രോഗികളായി കഴിയുന്നുണ്ട്. പുറമേ പോലും പറയാൻ പറ്റാത്ത വേദനയിൽ രോഗ അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. പൈസയില്ല, ഇനി ചികിത്സിക്കണ്ട എന്ന് തന്നെ മനസ്സ് മരവിച്ചു പോയവർ നമ്മുടെ ഇടയിലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആരും രോഗികളായി കഴിയാൻ ഈശോ പറയുന്നില്ല. നമ്മളെല്ലാവരും സൗഖ്യമുള്ളവരായി മാറണമെന്നാണ് യോഹന്നാൻ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനത്തിൽ പഠിപ്പിക്കുന്നത്. നീ എല്ലാ കാര്യത്തിലും ഐശ്വര്യമുള്ളവനും ആരോഗ്യമുള്ളവനുമാകണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ രോഗപീഠകളും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നിങ്ങൾ യേശുവിനൊന്ന് കൊടുത്തേൻ. നമുക്ക് വേണ്ടിയാണ് ഈശോ വന്നത്, നമുക്ക് വേണ്ടിയാണ് ഈശോ മുറിവേറ്റത്. ആ മുറിവിലേക്ക് നിന്റെ രോഗപീഠകളൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു 5 പേര് കേൾക്കാൻ രീതിയിൽ ഒന്ന് സ്തുതിച്ചേൻ. 10 പേരെങ്കിലും നിന്റെ സ്വരം ഒന്ന് കേൾക്കുന്ന രീതിയിൽ സ്തുതിച്ചേൻ. യേശുവിന്റെ നാമത്തിൽ പിതാവായ ദൈവമേ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ഇവിടെ സംഭവിക്കട്ടെ. തലയോട്ടി സംബന്ധമായ രോഗപീഠകൾ വിട്ടുപോകട്ടെ. കണ്ണിലുള്ള രോഗപീഠകൾ സുഖം പ്രാപിക്കട്ടെ. പല്ലുവേദന, മോണവഴിപ്പ് യേശുനാമത്തിൽ സുഖപ്പെടട്ടെ. മൂക്ക് സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. പല്ലുവേദന, മോണവഴിപ്പ് യേശുനാമത്തിൽ ഇപ്പൊ സുഖപ്പെടട്ടെ. പെടൽ വേദന, തൊണ്ടവേദന യേശുവിന്റെ നാമത്തിൽ സുഖം പ്രാപിക്കട്ടെ. പുറം വേദന, നട്ടെല്ലിന്റെ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. ഹാർട്ട് രോഗികൾ, വാൽവ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ സുഖം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ മുറിവേറ്റവർക്ക് ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യം കിട്ടട്ടെ. കരൾ, ലിവർ സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. പാൻക്രിയാസിലെ, ന്യൂട്രസിലെ മുഴകൾ യേശു നാമത്തിൽ ഇപ്പോൾ സുഖപ്പെടട്ടെ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. ലൈംഗിക രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. അലർജി രോഗങ്ങൾ സുഖപ്പെടട്ടെ. കൈകാലുകളിൽ അസ്ഥി സംബന്ധമായ രോഗങ്ങൾ സുഖം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന, അഭിഷേകം നൽകണമേ. രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമ്മളിപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിൽ വന്ന് നിറയണം. അന്തിമ കാലഘട്ടത്തിൽ ഒരു വലിയ അഭിഷേകം നമ്മളിൽ വന്ന് നിറയണം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ഓരോരുത്തരും വന്ന് കത്തിജ്വലിക്കുന്നവരായി മാറണം. നമ്മളിലുള്ള തിന്മ കത്തിച്ചാമ്പലായി തീരാൻ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ വന്ന് നിറയാൻ വേണ്ടി ഈ ഗാനത്തിൻ്റെ വരിയോട് ചേർന്ന് വലിയ അഭിഷേകത്തിന് വേണ്ടി, വലിയ കൃപയ്ക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി നമ്മളിപ്പോൾ പാടി പ്രാർത്ഥിക്കുകയാണ്. കൈകളടിച്ച്, ബെല്ലോൺ അടിച്ച പോരാ, നന്നായി കൈയടിച്ച് ശക്തിയോടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളെ പ്രേക്ഷിതരാക്കണമേ. അന്തിക്കാല അഭിഷേകം സകല ജഡത്തിന്മേലേ, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലേ, കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറയ്ക്കണമേ. കരമുയർത്തി പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരം താത്തിയടിച്ച്, ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി അടിച്ച് ശക്തിയോടെ
വിശുദ്ധരാക്കി മാറ്റണമേ, നമ്മളെ വിശുദ്ധരാക്കി മാറ്റണമേ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിട. തീ പോലെ ഒഴുകണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരം താത്തിയിടിച്ച് ഇടത്തോട്ട് വലത്തോട്ട് മാറി മാറി കാലുകൾ മാറ്റി മാറ്റി ചവിട്ടി നടു അടച്ച് സന്തോഷത്തോടെ യേശുവേ, കൃപയ്ക്ക് മേലിൽ കൃപ നൽകണമേ, ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കർമ്മനിലെ പ്രാർത്ഥനയിൽ ഒരു കൈമേഘം ഞാൻ കാണുന്നു. ആഹാബ് വിറച്ച പോലെ അഗ്നിമഴയായി പെയ്യണമേ. കരമുയർത്തി തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. കരമുയർത്തി വിളിച്ച് സ്തുതിച്ചോ. യേശുവേ, 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 കണ്ണുകൾ അടച്ച് ഒരു കരം നെഞ്ചിൽ വെച്ച് മറ്റൊരു കർത്താവിൻ്റെ കരങ്ങൾ മുമ്പിലേക്ക് ഉയർത്തി നമ്മൾ ഈ പ്രാർത്ഥനകളെല്ലാം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവർ, ഏറ്റവും വലിയ ശുശ്രൂഷ എന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. പ്രിയമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഒരുപാട് അനുഗ്രഹം കടന്നു വരും. ഈശോ ഏറ്റവും അധികം ചെയ്തത് ഈ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മൾ ഓരോരുത്തരും ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വെളിയുള്ളവരാണ്. നമ്മൾ ചെയ്യേണ്ടത് ചെയ്താലാണ് ബാക്കി ദൈവത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കണ്ണുകളടച്ച് ഒരു കരം സ്വർഗത്തിലേക്കാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പ്രാർത്ഥന ഒന്ന് ഏറ്റെല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ. നിങ്ങള് സ്വരം അല്പം ഉയർത്തി പ്രാർത്ഥിച്ചോ, കുഴപ്പമൊന്നുമില്ല. ഇതിന് പ്രാർത്ഥിച്ചോ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും ഞങ്ങളുടെ ജീവിത പങ്കാളിയെയും മക്കളെയും സഹോദരങ്ങളെയും തൊഴിൽ മേഖലകളെയും ബന്ധങ്ങളെയും യേശുവേ യേശുവേ അനുഗ്രഹിക്കണമേ,
അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. ഈ ഇടവകയെ, ഇടവക സമൂഹത്തെ യേശുവേ അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. വികാരിയച്ഛനെയും സഹവൈദികരെയും കമ്മിറ്റി അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. യേശുവേ ഈ മാസം ഇവിടെ നടക്കുന്ന ഈ ധ്യാനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ധ്യാനിപ്പിക്കുന്ന റാഫേൽ അച്ഛനെയും അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. നല്ല കാലാവസ്ഥ നൽകണമേ. ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൂട്ടിക്കൊണ്ടുവരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ ധ്യാന സമയങ്ങളിൽ സംഭവിക്കട്ടെ. യേശുവേ ഈ ധ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സംരക്ഷിക്കണമേ. സഹായിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നാനാജാതി മതസ്ഥരായ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രാഷ്ട്രീയ നേതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. യേശുവേ കേരളത്തെ ഏറ്റെടുക്കണമേ. യേശുവേ നല്ല കാലാവസ്ഥ ഒരുക്കണമേ. ഹല്ലേലൂയ. യേശുവേ എല്ലാ സംസ്ഥാനങ്ങളെയും അതിലെ ഭരണ സംവിധാനങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ രാജ്യങ്ങളെയും അതിലെ നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ. മാർപ്പാപ്പയെ അനുഗ്രഹിക്കണമേ. മെത്രാന്മാരെ അനുഗ്രഹിക്കണമേ. എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമേ. സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. സെമിനാരി വിദ്യാർത്ഥികളെ അനുഗ്രഹിക്കണമേ. എല്ലാ കൺവെൻഷനുകളെയും ധ്യാനങ്ങളെയും യേശുവേ അനുഗ്രഹിക്കണമേ. യേശുവേ ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. യേശുവേ ഈ കാലഘട്ടത്തിന്റെ തകർച്ചകൾ മനസ്സിലാക്കി ലോകരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഹല്ലേലൂയ. നമുക്ക് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. നമുക്ക് വേണ്ടി ഈശോ പിതാവിന്റെ പക്കൽ മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകം മുഴുവനും അനുഗ്രഹമുണ്ടാകണം. എല്ലാ രാജ്യങ്ങളും അതിലെ നേതാക്കന്മാരും അനുഗ്രഹം പ്രാപിക്കണം. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾ വിട്ടുപോകണം. രോഗാണുക്കൾ, വൈറസുകൾ, യുദ്ധങ്ങൾ ഒഴിവായി പോകണം. പ്രാർത്ഥിക്കുന്നവർ ഈ ദേശത്തുണ്ടാകണം. രണ്ട് കരമുയർത്തി പിടിച്ച് നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ഈശോ പിതാവിന്റെ പക്കൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഒരു മിനിറ്റ് ദൈവത്തെ സ്തുതിച്ച് ലോകം മുഴുവനും അനുഗ്രഹം പ്രാപിക്കട്ടെ. 785 കോടി ജനത്തിന്റെ മേലെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കേരള സഭയ്ക്ക് വേണ്ടി, ആഗോള സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം പ്രാപിക്കട്ടെ. ലോകം മുഴുവനും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മളെ മാത്രമല്ല ലോകം മുഴുവനും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ശിരസ് നമിക്കാം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും നമ്മുടെ അടുത്തുള്ളതുപോലെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈശോയുടെ വലിയൊരു ആശീർവാദം
നമുക്കെല്ലാവർക്കും ഈ ധ്യാനത്തിൻ്റെ വിജയത്തിനും ഈ ഇടവകയുടെ പുരോഗതിക്കും അഭിഷേകത്തിനും എല്ലാ മേഖലയ്ക്കും വേണ്ടി ഈശോയുടെ ആശീർവാദം ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുകയാണ്. ആരാധന 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 ഈശോയേ എന്നെ തൊടണേ, ഈശോയേ എന്നെ തൊടണേ, ഈശോയേ എന്നെ തൊടണേ, ഈശോയേ എന്നെ തൊടണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ,